ഒരു സിനിമയിൽ ഇവളുടെ ശരീരം കാണിച്ചപ്പോൾ സിനിമ കാണാൻ പോയവരാണ് പലരും. ലിങ്ക് ഉണ്ടോടാ, ലിങ്ക് കിട്ടിയോ, ഉണ്ടെങ്കിൽ എനിക്കും കൂടെ സെൻഡ് ചെയ്യും. 2 ദിവസം പട്ടിണി കിട്ടാലും അവന്മാർ ഈ രീതിയിൽ ഇറക്കൂല. സിന്ധു വിനോദ് എനിക്കും തരുമോ ആരെങ്കിലും ലിങ്ക്? പെണ്ണുങ്ങൾക്കും കാണാൻ കൊതിയായിരിക്കും. എന്തായാലും അവര് നടത്തിയ പെർഫോമൻസിനെ അല്ല ആളുകൾ വാല്യൂ ചെയ്യുന്നത്, എന്തൊക്കെ കാണിച്ചു എന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 22 റിലീസായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഈ ഒരു മൂവിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചാ വിഷയം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നായികയായിട്ടുള്ള ദിവ്യ പ്രഭ കുറച്ച് ന്യൂഡായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിൽ ലീഡ് റോൾ ചെയ്യുന്ന ഒരു നായികയാണ് കനി കുസൃതി, നമ്മുടെ ബിരിയാണി സിനിമയിലൊക്കെയുള്ള. ദിവ്യ പ്രഭ ഇതുവരെ ചെറിയ ചെറിയ റോളുകളായിരുന്നു ചെയ്തു വന്നിരുന്നത്. ആദ്യമായിട്ടാണ് ദിവ്യ പ്രഭ ഒരു സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്നത്. ഈ ഒരു മൂവി കുറച്ചു നാൾ മുമ്പ് ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്നത്. അന്ന് അതിന്റെ ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഈ ഒരു മൂവി നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ബട്ട് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ റിലീസായപ്പോൾ വീണ്ടും ഈ ഒരു സിനിമ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ബട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായ കാര്യം ദിവ്യ പ്രഭയുടെ ന്യൂഡ് സീൻസ് ആണ്. കാരണം ഇതിൽ കുറച്ച് ന്യൂഡായിട്ടാണ് ദിവ്യ പ്രഭ ആക്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഇത്രയും നാൾ ഇങ്ങനെ ഒരു നടി ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ മിക്ക ആൾക്കാർക്കും അറിയില്ല. ഒരു സിനിമയിൽ ഇവളുടെ ശരീരം കാണിച്ചപ്പോൾ സിനിമ കാണാൻ പോയവരാണ് പലരും. ഇവൾ ആരാണ്, ഇവളുടെ പേരെന്താണ്, ഇവൾ ഏതാ നടി, അഭിനയിക്കുന്നതിൽ കാര്യമില്ല, എങ്ങാനും ശരീരം കാണിച്ച് അഭിനയിക്കുന്നതാണ് എന്ന് തെളിയിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ എടുത്താലും ഇവളുടെ കാര്യമല്ലാതെ വേറൊരു കാര്യവുമില്ല. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇവരുടെ കാര്യമാണ്. ഹാഷ്ടാഗ് വരെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കയറി ഹാഷ്ടാഗ് ദിവ്യ എന്ന് കൊടുത്താൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ദിവ്യ പ്രഭ എന്ന് സജഷൻ വരും. കാരണം അത്രത്തോളം സെർച്ചാണ് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായത്. ഇതിന്റെ പുറകിലുള്ള റീസൺ വേറൊന്നുമല്ല, പുള്ളിക്കാരി അതിനകത്ത് 1-2 സീനിൽ ന്യൂഡായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് ചോദിച്ചുള്ളവരുടെ കരച്ചിലാണ്. ലിങ്ക് ഉണ്ടോടാ, ലിങ്ക് കിട്ടിയോ, ഉണ്ടെങ്കിൽ എനിക്കും കൂടെ സെൻഡ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റും വന്നിരിക്കുന്നത്. അനദർ ലീക്ക്ഡ് വീഡിയോ വൈറൽ ഓഫ് മലയാളം ആക്ട്രസ് ദിവ്യ പ്രഭ. ഈ ഒരു പോസ്റ്റ് കാണുമ്പം നമ്മൾ വിചാരിക്കും ഇവരുടെ വേറെ ഏതൊക്കെയോ വീഡിയോസ് ആണ് ഇറങ്ങിയതെന്ന്. സിനിമയിലെ ഒരു കട്ടിങ് ആണ് ഇറങ്ങിയത്, അതിനാണ് ഇമാതിരി ക്യാപ്ഷൻ പടച്ചു വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസിൽ ഒരാൾ പറയുന്ന റിവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബിരിയാണി സിനിമയിലെ കനി കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ്, മാറും, മുലയും എല്ലാം കാണിക്കുന്നത്. അണ്ണ, ഈ ബ്രസ്റ്റ്, മാറ്, മുല എല്ലാം ഒന്ന് തന്നെയല്ലേ? അണ്ണ എന്തിനാ ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന? എന്തായാലും അണ്ണൻ ഇത്രയും വിവരമുള്ള കാര്യം നാം അറിഞ്ഞില്ല. അല്ല, എന്തുദ്ദേശത്തിലാണ് അണ്ണൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോയത്? ഈ ഒരു സിനിമയിൽ വെണ്ടയ്ക്കാശ്രത്തി എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു A-rated ഫിലിം ആണെന്ന്. എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം. ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ പയ്യനല്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണെങ്കിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴിലുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. ഇതൊക്കെയാണോ ഈ നമ്മുടെ ക്യാൻ ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനുള്ള മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. പിന്നെ കനി കുസൃതിയുടെ ബട്ടക്സ് ഫുള്ളും കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേവളുടെ ഫുള്ളിങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. അണ്ണനോട് അറിയാതൊന്ന് റിവ്യൂ ചോദിച്ചു പോയതാ, അതിനാണ് അണ്ണൻ വന്നിട്ട് അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു. ഇതല്ലാതെ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല എൻ്റെ അണ്ണ. ഈ ഒരു റിവ്യൂ കാരണം സിനിമയുടെ ബുക്കിംഗ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു റിവ്യൂവും സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണാൻ വേണ്ടിയെങ്കിലും കുറെ പേര് തിയേറ്ററിലേക്ക് പോകുന്നുണ്ടല്ലോ. ബുക്ക് മൈ ഷോയിലൊക്കെ ഈ ഒരു സിനിമ ട്രെൻഡിങ് ആണ്. 5.24K ആണ് 24 hours ടിക്കറ്റ്സ് സോൾഡ് ആയിരിക്കുന്നത്. എന്തായാലും അണ്ണന്റെ റിവ്യൂ കാരണം ഇങ്ങനെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഇവൻ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ്, അത്രയും വലിയ സീനൊന്നും ഈ ഒരു സിനിമയിൽ ഇല്ലെന്ന്. എന്തൊക്കെ കുറച്ച് അങ്ങും ഇങ്ങും മാത്രം കാണിക്കുന്നെന്നാണ് കുറച്ച് പേർ അഭിപ്രായപ്പെടുന്നത്. അത് മിക്കവാറും ഇവന്മാര് ലീക്കായിട്ടുള്ള ക്ലിപ്പ് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മാനിക്കേണ്ടതാണ്. ഈ ഒരു റിവ്യൂ പറഞ്ഞ ആള് തന്നെ നമ്മുടെ മഞ്ജു വാര്യരുടെ ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അത് കണ്ടിട്ട് അങ്ങേര് അതിന്റെ റിവ്യൂ പറയുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഫുട്ടേജ് തിയേറ്റർ റെസ്പോൺസ് എന്ന്
സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് അണ്ണൻ്റെ റിവ്യൂ. അതും ഒരു റേറ്റഡ് ഫിലിമാണ്. അപ്പോൾ അണ്ണൻ്റെ റിവ്യൂവിന് നമ്മൾ വില കൽപ്പിക്കേണ്ടതാണ്. എന്തായാലും അവർ നടത്തിയ പെർഫോമൻസിനെ അല്ല ആളുകൾ വാല്യൂ ചെയ്യുന്നത്, എന്തൊക്കെ കാണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ആളുകളുടെ ഒരു ചിന്താഗതി നോക്കിയ ചത്ത് കിടന്ന് അഭിനയിച്ചാലും ഒരു പട്ടിക്കും വേണ്ട. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ അതെടുത്തങ്ങ് ചർച്ചാ വിഷയമാക്കും. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ അധികമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാർക്ക് ഇത്രയും ക്യൂരിയോസിറ്റി എന്താണ് കാണിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഇനി നമുക്ക് നേരെ ഫേസ്ബുക്കിലോട്ട് പോയി ദിവ്യപ്രഭ ഹാഷ്ടാഗ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അക്ക കിടുക്കാച്ചി സാധനം തന്നെ ഇറക്കിയിട്ടുണ്ട്. സകല സോഷ്യൽ മീഡിയയും കൊലത്തൂക്ക്. വീഡിയോ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും. നമുക്കെന്തായാലും ഇതിന്റെ കമന്റ് സെക്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ പെണ്ണിന്റെ സീൻ എൻ്റെ അമ്മോ ഒരു രക്ഷയുമില്ല. ഡേവിഡ് ജോൺ അണ്ണൻ ചോദിച്ചിരിക്കുന്ന ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്യൂ. സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ച് കാണാം, അത്രമാത്രം. എന്താ ഒരു ഒബ്സർവേഷൻ അണ്ണന്. സിന്ധു വിനോദ് എനിക്കും തരുമോ ആരെങ്കിലും ലിങ്ക്? പെണ്ണുങ്ങൾക്കും കാണാൻ കൊതിയായിരിക്കുന്നു. രാജു ബായ് പ്ലീസ് ഇൻബോക്സ്. അവൻ ഇട്ടേക്കുന്ന ഒരു സ്മൈലി നോക്കിയ ലിങ്ക് കിട്ടാത്തതിനെ കൊണ്ട് അവൻ്റെ മുഖത്ത് എന്താ ഒരു വിഷമം. എടാ നിനക്കൊക്കെ ഇത്രയും കാണാനങ്ങ് മുട്ടി നിൽക്കുവാണെങ്കിൽ തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണു സഹോ. അങ്ങനെങ്കിലും ആ പ്രൊഡ്യൂസറിന് കുറച്ച് കാശ് കിട്ടട്ടെ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഓസിന് കാണാൻ വേണ്ടി നിൽക്കരുത്. അല്ലെങ്കിൽ പിന്നെ OTT വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ 2024 നമ്മുടെ നാട്ടിലുള്ളവര്? നിനക്കൊക്കെ അന്തസ്സുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണ്, അല്ലാതെ ലിങ്ക് തരുമോ പ്ലീസ് ലിങ്ക് തരുമോ എന്ന് പറഞ്ഞ് വന്നിരുന്നങ്ങ് ഇരക്കുക. 2 ദിവസം പട്ടിണി കിട്ടാലും അവന്മാർ ഈ രീതിയിൽ ഇരക്കൂല. പക്ഷേ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഇരക്കും. അണ്ണ ഒന്നയക്കണ്ണ പ്ലീസ്, അണ്ണ ഒന്നയക്കണ്ണ, കഷ്ടമുണ്ട് അണ്ണ, ഒന്ന് ഇൻബോക്സ് വാണ, ഒന്നയക്കണ്ണ, പറ്റുന്നില്ല. അങ്ങനാണ് ഇവന്മാര്. എൻ്റെ പൊന്നണ്ണന്മാരെ, മലയാളികളുടെ വില കളയാതെ തിയേറ്ററിൽ പോയി കണ്ടൂടെ നിങ്ങൾക്ക്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.